പ്രിയമുള്ളവരെ നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് സെൽഫ് ലവിനെ കുറിച്ചാണ്. ഇന്നലെ എന്നോട് എൻ്റെ സുഹൃത്ത്, എൻ്റെ ഒരു സബ്സ്ക്രൈബർ എന്നോട് ചോദിച്ചു സെൽഫ് ലവിനെ കുറിച്ച് വീഡിയോ ചെയ്യാമോ എന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു ശരി, സെൽഫ് ലവിനെ കുറിച്ച് കുറച്ച് എന്തെങ്കിലും എനിക്ക് അറിവുള്ളത് പറയാമെന്ന്. സെൽഫ് ലവ് ഈസ് എ കീ ടു ഹാപ്പി ലൈഫ്. ഇപ്പം ഈ അടുത്ത കാലത്തായിട്ട് കൂടുതൽ, എസ്പെഷ്യലി 2-3 ഇയേഴ്സ് ആയിട്ട് നമ്മൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത് സെൽഫ് ലവിനെ പറ്റിയിട്ട്. എന്തുകൊണ്ടാണ് സെൽഫ് ലവിനെ പറ്റിയിട്ട് നമുക്ക് പറയേണ്ടി വരുന്നത്? പലപ്പോഴും നമ്മുടെ ഇടയിലുള്ള മനുഷ്യർ സ്വയം സ്നേഹിക്കാൻ മറന്നു പോകുന്നു. സെൽഫ് ലവ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ വാല്യൂ ചെയ്യുക, നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുക, നമ്മളെ ഡീഗ്രേഡ് ചെയ്യുന്ന സിറ്റുവേഷനിൽ നിന്ന് ഒരു ബൗണ്ടറി വെച്ച് നമ്മൾ നമ്മളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുക. സോ സെൽഫ് ലവ് മീൻസ് വാല്യൂയിങ്, ആക്സെപ്റ്റിംഗ് ആൻഡ് കെയറിങ് ഫോർ യുവർ സെൽഫ് ഇൻ എ ഹെൽത്തി ബാലൻസ്ഡ് വേ. ഇത് ഇന്നുറങ്ങി നാളെ എണീറ്റാൽ കുറേ സെൽഫ് ലവ് ഉണ്ടാവുമോ ചോദിച്ചാൽ അത് ബുദ്ധിമുട്ടാണ്. ഇറ്റ്സ് എ ടൈനി സ്റ്റെപ്സ് ഇറ്റ്സ് ടൈനി സ്റ്റെപ്സ് വി നീഡ് ടു മേക്ക്. അത് എല്ലാത്തിനും അങ്ങനെ തന്നെയല്ലേ. പെട്ടെന്ന് ഒരു കുട്ടി വലിയ മനുഷ്യനായി തീരുന്നില്ലല്ലോ. എന്തുണ്ടെങ്കിലും സ്മോൾ സ്റ്റെപ്സ് എടുക്കണം. പിന്നെ സ്മോൾ സ്റ്റെപ്സ് എടുക്കുമ്പോൾ ഈ സെൽഫ് ലവിൻ്റെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, ഇത്ര നാളും മറ്റുള്ളവരുടെ റെസ്പെക്റ്റിന് വേണ്ടിയിട്ടും അവർ തരുന്ന അംഗീകാരത്തിന് വേണ്ടിയിട്ടും നമ്മുടെ മനസ്സ് എപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ടാവാം. അവിടെ നിന്ന് നമ്മൾ നമ്മളെ തന്നെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു തലത്തിലേക്ക് മാറുമ്പോൾ നമ്മൾ എത്രയോ ഉയർന്നവനായി മാറി അല്ലേ. ആക്സെപ്റ്റിംഗ് ഹൂ യു ആർ, യുവർ സ്ട്രെങ്ത്, യുവർ ഫ്ലോസ്, അതാണ് മെയിനായിട്ട് നമുക്ക് അറിയേണ്ടത്. നമുക്ക് കുറേ സ്ട്രെങ്ത് ഉണ്ടാവും, നമുക്ക് കുറേ വീക്ക്നെസ് ഉണ്ടാവും. അതെല്ലാം നമ്മൾ തന്നെ ആക്സെപ്റ്റ് ചെയ്യുന്നു. ഓക്കെ, പീപ്പിൾ ആർ അറൗണ്ട് അസ് ടു പോയിന്റ് ദിസ് ഇസ് യു, ദാറ്റ് ഇസ് യു എന്നൊക്കെ പറയാനായിട്ട് ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റും ഉണ്ടാവും. അവരുടെ അഭിപ്രായങ്ങൾ പല സമയത്തും നമ്മളെ വിഷമിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. അതിനപ്പുറം നമ്മൾ നമ്മളെ വാല്യൂ ചെയ്യുമ്പോൾ ഈ അഭിപ്രായങ്ങളൊന്നും നമ്മളെ ബാധിക്കില്ല. സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഹേർട്ട് ഫീൽ ചെയ്യില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം സെൽഫ് ലവ് എന്നുള്ളത് വളരെ ന്യൂ ടേം ആയിരുന്നു 2-3 ഇയേഴ്സ് ബാക്ക്. ബിക്കോസ് നമ്മൾ പഠിച്ചു വളർന്ന എന്താണ് സെൽഫ്ലെസ്, അല്ലെങ്കിൽ നമ്മളെപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് എല്ലാതും ത്യാഗം എല്ലാം സഹിച്ച് വളർന്ന ആളുകളാണ് ഏറ്റവും ഉത്തമരായിട്ടുള്ള മനുഷ്യരെന്നാണ്. ആ ഒരു കോൺസെപ്റ്റിൽ വളർന്ന എനിക്ക് സെൽഫ് ലവ് എന്ന് പറയുന്നത് എനിക്ക് അറിയണ്ടായിരുന്നില്ല. ടേക്കിംഗ് കെയർ ഓഫ് യുവർ നീഡ്സ്, ഫിസിക്കൽ, ഇമോഷണൽ, മെൻ്റൽ. സത്യത്തിൽ ചില ആളുകൾക്ക്, എന്നെ പോലെയുള്ള ആളുകൾക്ക്, നമുക്ക് സ്വന്തമായിട്ട് ആവശ്യങ്ങൾ ഉണ്ടെന്ന് പോലും അറിയില്ല. അങ്ങനെയുള്ള ആളുകളില്ലേ, അവർക്കൊക്കെ ഒരുപാട് ഉപകാരപ്രദമാവും സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്താൽ. സ്വന്തമായിട്ട് എന്ത് ഡ്രസ്സ് വാങ്ങണമെന്നറിയില്ല, അല്ലെങ്കിൽ ഏത് കളറാണ് നമുക്ക് ഇഷ്ടമെന്നറിയില്ല. അങ്ങനെ ഒരു കാലം എനിക്കും ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്ന് ഇപ്പോഴും ടൈനി സ്റ്റെപ്സ് വെച്ച് വന്നിട്ടേ ഉള്ളൂ കേട്ടോ എങ്ങനെ സ്വയം മാറാം എന്നുള്ളത്. സെറ്റിംഗ് ബൗണ്ടറീസ് സോ അതേഴ്സ് ഡോണ്ട് ട്രീറ്റ് യു പുവർലി. നമ്മളെ മോശമായിട്ട് കാണുന്ന കുറേ ആളുകൾ ഉണ്ടാവുമല്ലോ, നമ്മളെ തരം താഴ്ത്തി കാണുന്ന ആൾ, വിദ്യാഭ്യാസപരമായോ നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ കണ്ടിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് അവൾ, ഇങ്ങനെയാണ് അയാൾ എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പം അത്തരം ആളുകൾ ഒരു ബൗണ്ടറി വെച്ച് നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ കുറേ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നമ്മൾ സ്വയം മനസ്സിലാക്കും. സ്പീക്കിംഗ് കൈൻഡ്ലി ടു യുവർ സെൽഫ് ഇൻസ്റ്റെഡ് ഓഫ് ബീയിങ് ഓവർലി ക്രിട്ടിക്കൽ. നമ്മൾ ചില സമയത്ത് തോന്നില്ല, എന്താ ഞാൻ എപ്പോഴും ഇങ്ങനെ, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ. ആ ചിന്തകളൊക്കെ മാറ്റി നമ്മൾ നമ്മളോട് തന്നെ ദയുള്ളവരായി സംസാരിക്കുക. ബിലീവിങ് യു ഡിസേർവ് റെസ്പെക്ട് ആൻഡ് ഹാപ്പിനെസ്. ഓക്കെ, വി ഹാവ് ടു ബിലീവ്. നമ്മൾ സ്വയം വിശ്വസിക്കണം, നമുക്ക് റെസ്പെക്റ്റും നമുക്ക് ഹാപ്പിനെസ്സും നമ്മൾ ഡിസേർവ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ വിചാരിക്കണം. അതിന് ഒരല്പസ്വല്പം അഫർമേഷൻസ് ഒക്കെ പറയാട്ടോ. ഡെയിലി സെൽഫ് അഫർമേഷൻ. ഐ എം വർത്തി ഓഫ് ലവ്, റെസ്പെക്ട് ആൻഡ് ഹാപ്പിനെസ്. ഐ ആക്സെപ്റ്റ് myself as I am, and I am growing into the best version of myself every day. എപ്പോഴും ഓർക്കുക, ഞാൻ എൻ്റെ ബെസ്റ്റ് വേർഷനിലേക്ക് ഞാൻ നടന്ന് നീങ്ങുകയാണ് എന്നുള്ളത് എപ്പോഴും ഓർക്കുക. ഡെയിലി സെൽഫ് ലവ് അഫർമേഷൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഒരുപാട് നമ്മുടെ ലൈഫിൽ മാറ്റം വരും. ഇനി ഞാൻ കുറച്ച് ലൈഫിൽ ചേഞ്ചിങ് ആയിട്ടുള്ള സെൽഫ് ലവ് പ്രാക്ടീസസ് പറയട്ടെ. ബി കൈൻഡ് ടു യുവർ സെൽഫ്. ചിലപ്പോൾ കുറേ ആളുകൾ നമ്മളെ ക്രിട്ടിസൈസ് ചെയ്തിരിക്കാം, മിക്സ് ഓഫ് ആളുകളില്ലേ. ബട്ട് വി ഹാവ് ടു സെലിബ്രേറ്റ് അവർ സക്സസ്. ഫെയിലിയേഴ്സ് ഉണ്ടാവാം, അതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഫീൽ എവറിഥിങ് ഇൻ ഇറ്റ്സ് ഓൺ വേ. അലൗ യുവർ സെൽഫ് ടു ഫീൽ തിങ്സ് ഫുള്ളി. നമുക്ക് വേദനകൾ വരുമ്പോഴും വിഷമങ്ങൾ വരുമ്പോഴും അതുപോലെ സന്തോഷങ്ങൾ വരുമ്പോഴും എല്ലാം ആക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്,
അത് അംഗീകരിക്കാം. എക്സസൈസ് ചെയ്യുക, അതായത് ഫിസിക്കൽ എക്സസൈസ് ചെയ്യുക, അത് കറക്റ്റാണ്, അതല്ല ഞാൻ പറയുന്നത്. വി ഹാവ് ടു പ്രാക്ടീസ് സ്പീക്കിംഗ് ബോൾഡ്നെസ്, അതായത് നമ്മൾ ധൈര്യമുള്ളവരാണ് എന്ന് നമ്മൾ നമ്മളോട് തന്നെ പറയാം. ട്രസ്റ്റ് യുവർ സെൽഫ് ടു മേക്ക് ഗുഡ് ഡിസിഷൻ ഫോർ യുവർ സെൽഫ്. നമ്മൾ നമ്മളെ തന്നെ ട്രസ്റ്റ് ചെയ്തിട്ട് നല്ല ഡിസിഷൻസ് എടുക്കാം. ടേക്ക് എവറി ഓപ്പർച്യൂണിറ്റി ലൈഫ് പ്രസൻസ് ഓർ ക്രിയേറ്റ് യുവർ ഓൺ. നമ്മൾക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് ലൈഫ് തരുമ്പോൾ അതെല്ലാം നമ്മൾ ഗ്രാബ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ലെങ്കിൽ നമ്മൾ സ്വയം സൃഷ്ടിക്കാം. അത് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ലൈഫിൽ എല്ലാവരും നമുക്ക് വേണ്ടി നന്മ ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്ന ആളുകളാവണം എന്നില്ല. സോ ബോൾഡായിട്ട് തന്നെ അത്തരം ആളുകളെ, ടോക്സിക് ആയിട്ടുള്ള ആളുകൾ ലൈഫിലുണ്ടെങ്കിൽ ലെറ്റ് ദം, ഡോണ്ട് ബി അഫ്രൈഡ് ടു ലെറ്റ് ഗോ ടോക്സിക് പീപ്പിൾ. നോട്ട് എവ്രിബഡി ടേക്സ് റെസ്പോൺസിബിലിറ്റി ഫോർ എനർജി ദേ പുട്ട് out into the world. If there is someone who is bringing toxicity into your life, they won't take responsibility for it. ലൈക്ക് നമ്മളോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അവർ വേറെ സ്ഥലത്തിരുന്ന് ചിരിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നുണ്ടാവും, പക്ഷെ നമ്മൾ അപ്പോഴിരുന്ന് കരയുണ്ടാവും. അപ്പം അത്തരം ആളുകൾ ലെറ്റ് ഗോ ആയാലും ഡോണ്ട് അഫ്രൈഡ്. അതൊക്കെ പെയിൻഫുൾ ആണ്, ഇത്ര എല്ലാവരും ഞാൻ മാറ്റിയെടുത്താണ്, അതൊന്നും ചിന്തിക്കേണ്ട. ഇതും സെൽഫ് ലവിൻ്റെ ഭാഗമാണ്. റിമെമ്പർ, യുവർ വാല്യൂ ഡസൻ ലൈ ഇൻ ഹൗ യുവർ ബോഡി ലുക്സ്. അതൊരു കാര്യമുണ്ട് കേട്ടോ. ചിലവർ നമ്മുടെ ലുക്സിനെ പറ്റി ക്രിട്ടിസൈസ് ചെയ്യും അല്ലേ. എനിക്കൊക്കെ ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വാല്യൂ നമ്മുടെ ലുക്സിലല്ല, ലുക്സിലുണ്ട്, പക്ഷെ അതിൽ മാത്രം കോൺസെൻട്രേറ്റഡ് അല്ല. നമ്മുടെ മോറൽ വാല്യൂ നമ്മുടെ ഔട്ട്ലുക്കിൽ മാത്രമല്ല കേട്ടോ. അലൗ യുവർ സെൽഫ് ടു മേക്ക് മിസ്റ്റേക്സ്. അതായത് മിസ്റ്റേക്സുകൾ ചെയ്യണം എന്നല്ല, അഥവാ മിസ്റ്റേക്സ് ഉണ്ടായാലും നമ്മൾ ടെൻഷൻ അടിച്ച് അതിനെ എക്സാജറേറ്റ് ചെയ്യണ്ട. നമ്മൾ തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവും, ആക്സെപ്റ്റ് ചെയ്യുക. ഡോണ്ട് വറി അബൌട്ട് അതേഴ്സ് ഒപ്പീനിയൻസ്. മറ്റുള്ളവരെ ഒപ്പീനിയൻസിനെ ആലോചിച്ച് വിഷമിക്കേണ്ട. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മൾ എന്ത് ഡിസിഷൻ എടുക്കുന്നുണ്ടെങ്കിലും ഒരു കാര്യം ആലോചിക്കാം. സ്റ്റോപ്പ് കമ്പയറിങ് യുവർ സെൽഫ് ടു അതേഴ്സ്. നമ്മൾ യുണീക്കാണ്, വി ആർ യുണീക്ക്. ഫോക്കസ് ഓൺ യുവർ സെൽഫ്. എല്ലാവരും അവരവരുടെ ജേർണിയിലാണ്. സോ ഫോക്കസ് ഓൺ യുവർ സെൽഫ്. അത് നമ്മുടെ എനർജി ഷിഫ്റ്റ് ചെയ്യും. ഫീൽ ഹാപ്പി ഓൾവേസ്. നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കാം. സെൽഫ് ലവ് ബിഗിൻസ് ദ മൊമെൻറ്റ് യു സ്റ്റോപ്പ് സീക്കിംഗ് വർത്ത് ഫ്രം അതേഴ്സ് ആൻഡ് സ്റ്റാർട്ട് റെക്കഗ്നൈസ് ഇറ്റ് വിത്തിൻ യുവർ സെൽഫ്. നമ്മുടെ ഉള്ളിൽ നമ്മളുടെ വാല്യൂ തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ നമ്മളായി തീരുന്നത് അല്ലേ. മറ്റുള്ളവർ നമ്മളെത്ര വിലമതിക്കുന്നു അതൊന്നും നമ്മൾക്ക് ബാധകമല്ല ശരിക്കും ആലോചിച്ചിട്ടുണ്ടെങ്കിൽ. സോ സ്റ്റാർട്ട് ലവിങ് യുവർ സെൽഫ്. എന്നോട് ചോദിച്ച എൻ്റെ സുഹൃത്തിന് എൻ്റെ വീഡിയോ ഒരുപാട് ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. ഇനിയും ഞാൻ എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നോട് പറയണേ. താങ്ക് യു ഫോർ സജസ്റ്റിംഗ് ദ ടോപ്പിക്. താങ്ക് യു സോ മച്ച് ഫോർ ലിസ്ണിംഗ് ടു മീ, ജിത.